പെട്രോൾ, ഡീസൽ വിലവർധനവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. വണ്ടിയില്ലാത്തവർക്ക് പോലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലൂടെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പെട്രോൾ വില അടിക്കടി കൂടുന്നത്? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പെട്രോൾ വില നിശ്ചയിക്കുന്നതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പെട്രോളിൻ്റെ വില പ്രധാനമായും 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 1. ക്രൂഡ് ഓയിൽ അഥവാ അസംസ്കൃത എണ്ണയുടെ വില. 2. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതികൾ. 3. ഡോളർ രൂപ വിനിമയ നിരക്ക്. ഇവയോരോന്നും പെട്രോൾ വിലയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 85 മുതൽ 90% നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ ഇന്ത്യയിലും സ്വാഭാവികമായി പെട്രോൾ വില കൂടും. ഈ ക്രൂഡ് ഓയിൽ വില നിശ്ചയിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. 1. ഡിമാൻഡും സപ്ലൈയും. ലോകമൊട്ടാകെ ഇന്ധനത്തിൻ്റെ ഉപയോഗം കൂടുകയും എന്നാൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ വില കുത്തനെ ഉയരും. ഒപെക് പോലെയുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ പലപ്പോഴും തങ്ങളുടെ ലാഭം കൂട്ടാനായി മനഃപൂർവ്വം ഉൽപ്പാദനം കുറക്കാറുണ്ട്. 2. ആഗോള പ്രതിസന്ധികളും യുദ്ധങ്ങളും. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ റഷ്യ പോലുള്ള വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലോ യുദ്ധമോ രാഷ്ട്രീയ അസ്ഥിരതയോ ഉണ്ടാകുമ്പോൾ എണ്ണ വിതരണം തടസ്സപ്പെടുകയും വില ഉയരുകയും ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതികൾ. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അസംസ്കൃത എണ്ണ റിഫൈനറികളിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് പെട്രോളാക്കി മാറ്റുന്നു. ഇതിനുശേഷം ഇത് പെട്രോൾ പമ്പിലേക്ക് എത്തുമ്പോൾ ഈ ബേസ് പ്രൈസിനൊപ്പം വലിയൊരു തുക നികുതിയായി ചേർക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പമ്പിലടക്കുന്ന പെട്രോൾ വിലയുടെ 40 മുതൽ 55% വരെ വിവിധ നികുതികളാണ്. ഇതിൽ പ്രധാനമായും 2 തരം നികുതികളാണുള്ളത്. 1. എക്സൈസ് ഡ്യൂട്ടി. ഇത് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയാണ്. ഇന്ത്യയിൽ എവിടെ പെട്രോൾ അടിച്ചാലും ഈ കേന്ദ്ര നികുതി ഒരുപോലെയായിരിക്കും. 2. വാറ്റ് അല്ലെങ്കിൽ സെയിൽസ് ടാക്സ്. ഇത് ഓരോ സംസ്ഥാന സർക്കാരുകളും ഈടാക്കുന്ന നികുതിയാണ്. ഓരോ സംസ്ഥാനത്തെയും നിയമങ്ങൾക്കനുസരിച്ച് ഈ നികുതി നിരക്കിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് കേരളത്തിലെ പെട്രോൾ വിലയല്ല കർണാടകയിലോ ഗോവയിലോ കാണുന്നത്. ഓരോ സംസ്ഥാനത്തും വില വ്യത്യാസപ്പെടാൻ കാരണം ഇതാണ്. ഇതിനു പുറമെ പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകുന്ന കമ്മീഷനും എണ്ണ കമ്പനികളുടെ ലാഭവും ചേർത്താണ് നമ്മൾ പമ്പിൽ കാണുന്ന അന്തിമ വില നിശ്ചയിക്കുന്നത്. ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള മൂല്യം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ നമ്മൾ പണം നൽകേണ്ടത് അമേരിക്കൻ ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് പെട്രോൾ വിലയെ നേരിട്ട് ബാധിക്കും. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില മാറിയിട്ടില്ലെങ്കിൽ പോലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുകയാണെങ്കിൽ, അതായത് $1 വാങ്ങാൻ നമ്മൾ കൂടുതൽ രൂപ നൽകേണ്ടി വന്നാൽ ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ഈ അധിക ചിലവ് എണ്ണ കമ്പനികൾ പെട്രോൾ വില കൂട്ടി ജനങ്ങളിൽ നിന്നാണ് ഈടാക്കുന്നത്. ദിവസേനയുള്ള വില നിർണ്ണയം. മുൻകാലങ്ങളിൽ കേന്ദ്ര സർക്കാരായിരുന്നു പെട്രോൾ വില നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ 2017 ജൂൺ മുതൽ ഇന്ത്യയിൽ ഡൈനാമിക് ഫ്യൂവൽ പ്രൈസിംഗ് സംവിധാനമാണ് നിലവിലുള്ളത്. ഇതനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിലെ വില നിലവാരവും ഡോളർ നിരക്കും കണക്കിലെടുത്ത് എണ്ണ കമ്പനികൾക്ക് ദിവസേന രാവിലെ 6 മണിക്ക് പെട്രോൾ വില പുതുക്കി നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ പലരുടെയും മനസ്സിൽ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇത് കുറക്കാൻ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ തങ്ങൾ ചുമത്തുന്ന എക്സൈസ് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് പെട്രോൾ വിലയിൽ പെട്ടെന്ന് ആശ്വാസം നൽകാൻ സാധിക്കും. എന്നാൽ ഇതേ അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോൾ സംസ്ഥാനങ്ങൾ ഈടാക്കുന്ന സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ വാറ്റ് കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്കും ജനങ്ങൾക്ക് ഭാരം കുറച്ചു കൊടുക്കാൻ സാധിക്കും. കൂടാതെ ഇന്ധനങ്ങളെ GST പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്താൽ പെട്രോൾ വില ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ GST കൗൺസിലിൽ കേന്ദ്രം മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. അതിന് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതി ആവശ്യമാണ്. പക്ഷേ കേന്ദ്രമായാലും സംസ്ഥാനമായാലും തങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നായ ഇന്ധന നികുതി വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകുന്നില്ല.
രാജ്യത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ദൈനംദിന ചെലവുകൾക്കും ക്ഷേമ പദ്ധതികൾക്കുമുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ് സർക്കാരുകൾ ഇന്ധന നികുതി കുറക്കാത്തത് എന്നാണ് വാദം. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില, രൂപയുടെ മൂല്യത്തകർച്ച, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതികൾ എന്നിവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് പെട്രോൾ വില സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഉയരുന്നത്. പെട്രോൾ വില കൂടുമ്പോൾ വണ്ടിക്കൂലി മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂടുന്നത് വഴി വിപണിയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. ഈ പെട്രോൾ വില വർധനയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.